Today special ഇതൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പോൾ ഞാൻ ഈ സോഫയൊക്കെ ഇങ്ങനെ നീക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ സോഫ നീക്കിയിട്ടിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഈ ടീപ്പോയുടെ ബാക്കിലും ഓക്കെ. അപ്പോൾ ഇതെല്ലാം പിന്നെ ഈ കാർപ്പറ്റ് ഒന്ന് വാക്യൂം വെച്ച് പിടിക്കണം. പിന്നെ എല്ലാം ഒന്ന് തുടയ്ക്കണം. നമ്മുടെ ടി വിയും ആ ഷെൽഫും ആ ഡ്രോയിൻ്റെ അകത്തുള്ളതും പിന്നെ ഈ ടീപ്പോയും കേർട്ടൻസ് ആണെങ്കിൽ ഒന്ന് പിടിക്കണം. പിന്നെ ഫാന് അതുപോലെ തന്നെ ഈ റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ബുക്സ് പിന്നെ ഈ ഷെൽഫ്സ് ഈ എന്താണ് ഈ ക്രോക്കറി കബാർഡ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പണി. സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് ഞാനിത് വെച്ചിട്ട് ഡസ്റ്റ് ചെയ്യാൻ പോവാം. മൊത്തം എല്ലാം ഒന്ന് ഡസ്റ്റ് ചെയ്യാൻ പോവാണ്. ചുക്കുലിയൊക്കെ ഒരുവിധം അടിച്ചു കഴിഞ്ഞു. എല്ലാം ചുക്കുലിയൊക്കെ ആക്ച്വലി ഫോണും ചൂലും വെച്ചിട്ട് എടുക്കാൻ പാടാണ്. ഈ ഗ്ലാസ്സൊക്കെ ഈ കോളം വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. ഇത് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തു. നല്ല ചൂടുണ്ട്. ഇനി ഒന്ന് തുടയ്ക്കണം. ഒന്നുകൂടി ഇതെല്ലാം ഒന്ന് വാക്യൂം പിടിക്കണം. അത്രയേ ഉള്ളൂ. ഇതാ ഇവിടെ എല്ലാം പൊടി കിടക്കുന്നു. ഇങ്ങനെയാണ്. ഇനി ഞാനൊന്ന് തുടയ്ക്കണം. പിന്നെ എന്നായാലും ഒന്നുകൂടി ഡസ്റ്റ് ചെയ്യണം തോന്നുന്നു. ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കോലൻ വെച്ചിട്ട്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റൈലാണ്. നിങ്ങളുടെ വേറെ വേറെ സ്റ്റൈലൊക്കെ ആയിരിക്കും. ഞാൻ മന്ത്ലി വൺസ് ഇങ്ങനെ ക്ലീൻ ചെയ്യും. നമുക്ക് എപ്പോഴും എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. അല്ലാതെ ഇങ്ങനെ പക്ഷേ എന്നെപ്പോലെ മടിച്ചുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. ഞാനൊരു മടിച്ചിയാണ്. അപ്പോൾ എന്നെപ്പോലെ മടിച്ചുകൾക്കാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. മാസത്തിലൊന്നോ അല്ലെങ്കിൽ മാസത്തിൽ 2 ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ വീഡിയോ. അയ്യോ ഞാനിത് ഫാൻ ക്ലീൻ ചെയ്യാൻ മറന്നു. അപ്പം ഞാനിതൊന്നും എടുത്തിട്ട് ഞാൻ ഫാൻ ക്ലീൻ ചെയ്യാൻ പഴയ പില്ലോ കവറുണ്ടെങ്കിൽ അതകത്ത് കയറ്റിയിട്ട് അതുപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ താഴെ വീഴത്തുമില്ല. ആ അഴുക്കെല്ലാം കൂടി നമുക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു കുട്ടി ക്ലീനർ വന്നിട്ടുണ്ട്. ഇതേ കണ്ട നമ്മുടെ അവൻ്റെ ചെളി പിടിച്ച കാലിൽ തന്നെ വെച്ചിതാ. താങ്ക് യു ബേബി. ഈ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി നീക്കിയിട്ടു സോഫ. പിന്നെ ഇതാ ടീപ്പോയും കാർപ്പറ്റ് എടുത്ത് ഇവിടെ വെച്ചു. അപ്പം ഇതാ ഇങ്ങനെയാണ് ഈ റൂം ഇരിക്കുന്നത്. എൻ്റെ വളരെ അവിടെ തന്നെ കാഴ്സൊക്കെ എടുത്ത് വെച്ച്. അപ്പം ഇനി ഞാൻ ഈ റൂമിനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഈ ബുക്ക് ഷെൽഫ് താഴെയുള്ള ഡ്രോയൊക്കെ എല്ലാം ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യണം. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇവിടെ ചെയ്യുന്ന. റയനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഡ്രോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതെല്ലാം റയൻ്റെയും എൻ്റെയും എല്ലാം കൂടി ആയിട്ട് കിടപ്പുണ്ട്. ഇത് കുറേ നാളായി ഒന്ന് ഡീക്ലട്ടർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവൻ്റെ എക്സാമൊക്കെ തീരാറായതുകൊണ്ട് പിന്നെ ഇങ്ങനെ അതുപോലത്തെ അവിടെ സ്കൂളിൽ നിന്ന് കിട്ടിയ കുറേ പേപ്പേഴ്സൊക്കെ കളയാം. പിന്നെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇതുപോലെ ഇവിടെയുമുള്ള ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം. കറി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പിന്നെ ഇത് കണ്ടോ,
എനിക്ക് കിട്ടിയ ഒരു ലോറിയൽ ട്രൂ മാച്ച് ജീനിയസിൻ്റെ പ്രൈമർ ഫൗണ്ടേഷൻ കൺസീലർ പൗഡർ എല്ലാം കൂടി ഒരുമിച്ചുള്ളത്. എനിക്കൊരു ആൻറ്റി തന്നതാ. ഇതുപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് എന്നിട്ട് അതൊരുമാതിരി അലർജി പോലെയായി. ഇവിടെ ആയിരുന്നു ഈ സാധനം, ഇപ്പോഴത് എടുത്തത്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതെൻ്റെ ഫേവററ്റ് ആണ്, ഈ ഖത്തർ എയർവേസിൻ്റെ ഇത്. ഞങ്ങൾ വരുന്ന അന്ന് ഖത്തറിലെ എയർപോർട്ടിൽ നിന്ന് വാങ്ങി. പിന്നെ ഈ കപ്പ് അതെ ഖത്തർ എന്തോ എനിക്ക് ഐ ഡോണ്ട് നോ വൈ ഖത്തർ എനിക്ക് ഭയങ്കര ക്ലോസ് ആയി. ഖത്തർ ഇസ് വെരി ക്ലോസ് ടു മീ. ഓക്കെ, ഞാനിത് ചാറിൻ്റെ മണ്ടക്കാരിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കുറച്ച് ഇതുപോലത്തെ ബാഗ്സാണ്, സ്റ്റിക്ക് ബാഗ്സ്. അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി വന്നിട്ട് ഇവിടെ ഷിഫ്റ്റ് ആയത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതുപോലെ കുറേ ബാഗ്സും കവേഴ്സും ഇവിടെ അങ്ങ് ആയി. അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്തു, ഇതും ക്ലീൻ ചെയ്തു. കവർ ഇത് നിറച്ച് പ്ലാസ്റ്റിക് കവേഴ്സാണ്. T for tractor. Bucket. T for bucket. Grass. T for grass. Apple. A for apple. ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യണം. A for lotus. യെസ്, സൈഡിലേക്ക് വന്നു. പിന്നെ ഇനി ടേബിൾ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ആ വാഷ് ബേസിനും കഴുകണം, തൂക്കണം. പിന്നെ ചെറുതായിട്ടൊന്ന് തൂക്കണം, വാക്യൂം പിടിക്കണം. ഈ മേളിൽ ചുക്കിലി ഉണ്ടോ നോക്കിയിട്ട് ചുക്കിലി അടിക്കണം. പിന്നെ ഈ ഫാനും കൂടി ക്ലീൻ ചെയ്യണം. എന്താപ്പാ ചുക്കിലി അടിക്കാം. ബുട്ടൂഷിട്ടിന് പഠിക്കണം. കഴിഞ്ഞു. പക്ഷെ താഴത്തെ ഷെൽഫ് നോക്കണം. എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി ഫോട്ടോ എടുക്കും, പിന്നെ ക്രിക്കറ്റ് കളിക്കും, അങ്ങനെയാണ് ഈ ട്രോഫീസൊക്കെ കിട്ടിയത്. പിന്നെ എനിക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുത് മുതലേ ഒന്നല്ല, ഞാൻ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ ബുക്സ് വായിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം എൻ്റെ ബുക്സാണ്. എൻ്റെ ഫേവററ്റ് ഓത്തർ ഒരു പഴയ ഒരു ഓത്തറാണ്, ഡെനിസ് റോബിൻസൺ പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തിയുടെ എല്ലാം ലവ് സ്റ്റോറീസാണ്. നല്ല നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര രസമാണ് അത് വായിക്കാൻ. പിന്നെ ഇത് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ എവിടെയാണ്, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ജി ജനനി ME സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഫസ്റ്റ് പ്രൈസ് ഇൻ ഇംഗ്ലീഷ് എലക്കേഷൻ, മനാലി അമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പം അങ്ങനെ ഒക്കെയാണ്. ഇത് കണ്ടിട്ട് വല്ല എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ട്രഷർ, എൻ്റെയും എൻ്റെ ഹസ്ബൻഡെയും ട്രഷർ. ഞങ്ങളുടെ ലവ് ലെറ്റേഴ്സൊക്കെയുള്ള ലവ് ലെറ്റേഴ്സും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ ഉള്ളവർ. ഇത് ഞാൻ അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ട്രഷർ. ഇപ്പം ഇത് എത്ര വർഷമായി? 14 വർഷമായിട്ട് ഇതെല്ലാം ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുന്നു സൂക്ഷിച്ച്. ഇതുപോലത്തെ ഈ കോർണേഴ്സൊക്കെ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യാം, അല്ലാതെ ഇതിൽ വരുന്നത് പാടാണ്. തൂക്കാൻ തുടങ്ങി. ഇനി ഇതൊന്ന് തുടച്ചാൽ മാത്രം മതി. കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഞാൻ ചുക്കിലി അടിച്ചു. പിന്നെ എല്ലാം നമ്മുടെ ലിക്വിഡ് സോപ്പും വെള്ളവും ഉള്ള ആ ലിക്വിഡ് വെച്ചിട്ട് എല്ലാം തുടച്ചു. പിന്നെ ഡീക്ലട്ടറും ചെയ്തു. അങ്ങനെ ഇപ്പം തൂത്ത് ഇനി തുടയ്ക്കണം. ഇതും കൂടി ഒന്ന് കഴുകി. ഞാൻ ഇത് മാത്രം മറന്നുപോയി. ഇതും കൂടി ഒന്ന് ഫൈനൽ റയൻ ഇതാ ബുട്ടു അവിടെ ഇവിടെയൊക്കെ ടോയ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, ബുക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും കണ്ടോ മാക്സിമം പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ബ്ലാക്ക് കളറൊന്നും മാറുന്നൊന്നുമില്ല. ഈ അപ്പോൾ
ഞാനൊരു ഓവർവ്യൂ ഞാനൊരു ഈ പ്ലാന്റ് എടുത്ത് അകത്ത് വെച്ചു. അങ്ങനെ ഇപ്പം ഈ റൂം 2 റൂമും കഴിഞ്ഞ് എല്ലാം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് ഡൈനിങ് ഹാളിൽ പോവാം. ഡൈനിങ് ഹാൾ ഫുള്ള് ക്ലീനായി, എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തു. ഡ്രോസൊക്കെ ആണെങ്കിലും എല്ലാം നീറ്റാണ്. ഇതിൻ്റെ അകത്ത് അവൻ്റെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് പൗച്ചിൽ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ബുക്സും ഇതെല്ലാം അറേഞ്ച് ചെയ്തു, ചുക്ലിയൊക്കെ അടിച്ച് അങ്ങനെ എല്ലാം ഫുള്ള് ക്ലീനായി. അപ്പം ഇതാണ്. അപ്പോൾ വിത്ത് ദിസ് intense cleaning of living and dining hall comes to an end. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തത് ഒന്ന് ഈ റയൻ്റെ റൂം ഇല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അൾട്ടിമേറ്റ് ക്ലീനിങ് ഇല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. Stay tuned for that video. So if you like this video, please like, share and subscribe to my channel. Thank you for watching guys. Bye bye. Love you all. Bye.